ട്രംപ് അമേരിക്കയിൽ അധികാരമേറ്റപ്പോൾ മുതൽ വമ്പൻ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത്. UN-നുള്ള ചില സഹായങ്ങൾ നിർത്തി, അതുപോലെ ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള സഹായങ്ങൾ നിർത്തി, എല്ലാറ്റിനും ഉപരി US എയ്ഡ് തന്നെ നിർത്തി, പല വിദേശ സഹായങ്ങൾക്ക് കൊടുത്തിരുന്ന പണം അത് കട്ട് ചെയ്തു. വലിയ മാറ്റം ട്രംപ് ആ കാര്യങ്ങളിൽ കൊണ്ടുവരാൻ തുടങ്ങി. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ അമേരിക്കയിലെ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ധനസഹായവും ട്രംപ് വെട്ടിയിരിക്കുകയാണ്. എന്താണ് സാർ ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയോട് ഇദ്ദേഹം ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ കാരണം? ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ പറയുന്നത് പോലെ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്ത യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ്. അപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് മറ്റേത് യൂണിവേഴ്സിറ്റിയും പോലെ ഒരു സ്വാതന്ത്ര്യവും അതിൻ്റെ തന്നെ കൾച്ചറും ട്രഡീഷൻസും പരിപാലിക്കാനുള്ള ചുമതലയും എല്ലാം ഉണ്ട്. പക്ഷെ ആ ഒരു കാര്യം നിലവിൽ ഉണ്ടായിരിക്കെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫണ്ടിങ്, അത് സ്റ്റേറ്റ് ഫണ്ടിങ് ഏതാണ്ട് ഒരു വർഷം $9 ബില്യൺ ഫണ്ടിങ്, വലിയ തുകയാണ്. അതിൽ ഉടനടി 2.3 ബില്യൺ, 230 കോടി രൂപയോളം വരും, അത്രയും $230 കോടി വെട്ടുന്നു എന്ന് പറയുമ്പോൾ ധനസഹായം മരവിപ്പിക്കുകയാണ്. തൽക്കാലത്തേക്കാണ്, പക്ഷെ മരവിപ്പിക്കുകയാണ്. ഉള്ള പ്രധാന പ്രകോപനമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ചില നിർദ്ദേശങ്ങൾ ഒരു പക്ഷേ ഡിമാൻഡിൻ്റെ രൂപത്തിൽ യൂണിവേഴ്സിറ്റിയിൽ വരികയാണ്. യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ, അത് വിദേശ വിദ്യാർത്ഥികളും സ്വന്തം ആഭ്യന്തര വിദ്യാർത്ഥികളും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കർശനമായ നിയന്ത്രണങ്ങൾ വരുത്തണം. ആൻറ്റി സെമിറ്റിസിസം ഒരിക്കലും ക്യാമ്പസുകളിൽ അനുവദിക്കരുത്. ഒന്ന്, അഡ്മിഷൻ പോളിസി സമഗ്രമായി പരിശോധിക്കണം. ഇത് മാത്രമല്ല, വലിയ തോതിലുള്ള സ്ക്രീനിങ് ഉണ്ടാക്കണം. കാരണം അനഭിമതരായ രാജ്യങ്ങളിൽ നിന്നും അനഭിമതരായ വ്യക്തികളും ഒക്കെ കടന്നു വരുന്നതിനെ യൂണിവേഴ്സിറ്റി തലത്തിൽ വലിയ സ്ക്രീനിങ്ങിന് വിധേയമാക്കി മെറിറ്റ് മാത്രമാകരുത് മാനദണ്ഡം. അപ്പം ഇങ്ങനെ ഒരുപിടി 9ഓളം നിർദ്ദേശങ്ങളാണ്, വിവിധങ്ങളായ ആവശ്യങ്ങളാണ് ട്രംപ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ വെച്ചത്. പക്ഷേ ഒരു സെൽഫ് റെസ്പെക്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വലിയ വിഖ്യാതരായ മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെ പഠിച്ചിരുന്ന സ്ഥലമാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അപ്പം യൂണിവേഴ്സിറ്റിയുടെ സ്വയംഭരണ അവകാശം അത് പരിരക്ഷിക്കാൻ നമ്മുടെ കേരളത്തിൽ പോലും യൂണിവേഴ്സിറ്റികൾ ഏറ്റവും കൂടുതൽ സർക്കാരുമായി ഷണ്ഠയിൽ ഏർപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം യൂണിവേഴ്സിറ്റിയുടെ പരമാധികാരത്തിന്മേൽ അല്ലെങ്കിൽ സ്വയംഭരണ അവകാശത്തിന്മേലുള്ള ഗവൺമെൻറ്റിൻ്റെയും ഏജൻസികളുടെയും ഇടപെടൽ കടന്നുകയറ്റം അത് അനുവദിക്കാനാവില്ല. കാരണം സിലബസ് ഉൾപ്പെടെ, ട്രംപ് പറഞ്ഞിരിക്കുന്ന സിലബസ് ഉൾപ്പെടെ മാറ്റണം. അമേരിക്കയുടെ ചരിത്രത്തിൽ ഉൾപ്പെടെ വേണ്ട മാറ്റങ്ങൾ, എന്ത് പഠിപ്പിക്കണം എന്ന് യൂണിവേഴ്സിറ്റി അല്ല രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കുന്ന ഗതികേടിലേക്ക് വന്നാൽ ഞങ്ങൾ അതിന് കൂട്ടുനിൽക്കില്ല എന്ന് യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റ്, അതായത് വൈസ് ചാൻസലറുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്, അദ്ദേഹം അറിയിക്കുകയും ആ ഒരു കാര്യം ഹാർവാർഡ് കമ്മ്യൂണിറ്റിയെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതിൽ പ്രകോപിതനായിട്ടാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ പിന്നെ ചൈനയ്ക്കെതിരെ ടാരിഫ് കൊണ്ടുവന്നു എന്ന് പറയുന്ന പോലെയാണ്. അത് തമ്മിലുള്ള വ്യത്യാസം, ചൈന മറ്റൊരു രാജ്യമാണ്, അവർക്കെതിരെ എന്ത് നീക്കാം? സ്വന്തം ജനതയ്ക്കെതിരെ തന്നെ അഭിമാനസ്തംഭം, അമേരിക്കയുടെ അഭിമാനസ്തംഭമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കെതിരെ ഇങ്ങനൊരു നീക്കം വരുമ്പോൾ അർത്ഥത്തിൽ ഹാർവാർഡിൻ്റെയൊക്കെ പഴയ അലുമിനായി, വിഖ്യാതരായ ആളുകളാണ് ഹാർവാർഡ് അലുമിനായി, അവരെല്ലാം ചേർന്ന് വലിയൊരു നമ്പർ ചേർന്ന് കത്തെഴുതിയിരിക്കുകയാണ്. ഒരു രീതിയിലും ട്രംപിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടരുത്, യൂണിവേഴ്സിറ്റിയുടെ സ്വയംഭരണ അവകാശം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം, അതിന് ഓൾട്ടർനേറ്റ് ഫണ്ടിങ് ഉണ്ടാകുമെന്ന് ഉറപ്പ് അലുമിനായി പറഞ്ഞിരിക്കുകയാണ്. അവർ വിചാരിച്ചാൽ സാധിക്കും. സ്റ്റേറ്റ് ഫണ്ടിങ് ഇല്ല എങ്കിൽ പോലും അലുമിനായി വിചാരിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് വ്യവസായ രംഗത്തുള്ളവരുണ്ട്, വിവിധ ഭാഗങ്ങളിലുള്ളവരുണ്ടല്ലോ. പിന്നെ മാത്രമല്ല വെളിയിൽ നിന്നുള്ള, ഇപ്പം ഹാർവാർഡിൽ പഠിക്കാൻ അനുവദിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടുകൂടി ഹാർവാർഡിൽ പഠിക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ തന്നെ ഒരു കൾച്ചർ, താല്പര്യങ്ങൾ ഒക്കെ മറ്റൊരു രാജ്യത്തേക്ക് ഇവർ തിരിച്ചു പോവുകയാണ്, മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരികളായിട്ടൊക്കെ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു പുക്കൽക്കൊടി ബന്ധം, അമേരിക്കയുമായുള്ള പുക്കൽക്കൊടി ബന്ധം, ഇതൊക്കെ ട്രംപ് എന്ന ബിസിനസ്സുകാരന് മാറ്റിമറിക്കാൻ ആവുന്ന രീതിയിലേക്ക് മാറാൻ പാടില്ല എന്നൊരു ചിന്തയാണ്. അതുകൊണ്ടാണ് ഹാർവാർഡ് റെസിസ്റ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം ഈ ഇസ്രായേൽ ഗാസ പ്രോബ്ലം, അതായത് ഹമാസിനെതിരെയുള്ള ഇസ്രായേലിൻ്റെ പോരാട്ടത്തിൽ ഈ അവിടെ വീഴുന്ന രക്തം മനുഷ്യാവകാശ വിഷയമായി കണ്ടുകൊണ്ട് ഹമാസ് അനുകൂലമെന്നോ പലസ്തീൻ അനുകൂലമെന്നോ എന്ന നിലയിൽ മാത്രമല്ല, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ
ഉള്ള പോരാട്ടം വരുമ്പോൾ അത് ഭാഗികമായി ഇസ്രായേലിനെതിരെ വരും. ചില പ്രക്ഷോഭങ്ങൾ ഈ ഹമാസ് നടത്തിയ കൂട്ടക്കൊലയ്ക്കെതിരെ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. ഇത് അമേരിക്ക ആയതുകൊണ്ട് രണ്ട് വശത്തേക്കും ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക. ഇസ്രായേലിനുള്ളിൽ തന്നെ രണ്ട് പക്ഷത്തും പ്രകടനം നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം, വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിനെതിരെ വാളോങ്ങുന്ന എക്സിക്യൂട്ടീവ് ശൈലി അമേരിക്കയുടെ വിദ്യാർത്ഥി വിഭാഗം അല്ലെങ്കിൽ പുരോഗമന ചിന്തയുള്ള വിഭാഗം അംഗീകരിക്കില്ല എന്ന ഒരു സ്വരമാണിപ്പോൾ റെസിസ്റ്റൻസിൻ്റെ രൂപത്തിൽ കേൾക്കുന്നത്. അതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. അത് തീർച്ചയായും ട്രംപിനെ വിരട്ടാനേ പറ്റൂ. കാരണം യൂണിവേഴ്സിറ്റി ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല ഫെഡറൽ നിയമങ്ങൾ, അതിശക്തമായ ഫെഡറൽ നിയമങ്ങളും സംസ്ഥാന നിയമങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഒരുപക്ഷെ ഗവൺമെൻറ് ധനസഹായം ട്രംപ് വിചാരിച്ചാൽ വെട്ടിക്കുറയ്ക്കാനൊക്കും. പക്ഷേ അളവ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ സിലബസ് യൂണിവേഴ്സിറ്റിക്ക് മൂക്കുകയറിടുക എളുപ്പമല്ല. ട്രംപ് പറയുന്ന സിലബസ് പഠിപ്പിക്കാൻ യൂണിവേഴ്സിറ്റി നിർബന്ധിതരായാൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഗ്രേഡിംഗ് തന്നെ, പബ്ലിക് പെർസെപ്ഷൻ തന്നെ മാറിപ്പോകും. അതെ, തകർന്നു പോകും എന്നുള്ളതാണ്. 300-ലധികം വർഷം പഴക്കമുള്ള ഹാർവാർഡിലൊക്കെ ഇതുപോലെ ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ആകുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അജണ്ട അല്ലെങ്കിൽ ദേശീയ താല്പര്യമാണ് എന്ന രൂപത്തിൽ ഒരു കാര്യം കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു അഭിമാനബോധം തീർച്ചയായിട്ടും അതിനെതിരെ നിൽക്കും. അതായത് ഇതൊരു ട്രംപിൻ്റെ ഒരു പരിഭവത്തിനും ഒരു ന്യായമുണ്ട്. അത് യൂണിവേഴ്സിറ്റികളൊക്കെ ഈ ആത്യന്തികമായി അമേരിക്കൻ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള, ഗവൺമെൻറ്റിൻ്റെ വിദേശ നയത്തെ വിമർശിക്കാനുള്ള ഇടങ്ങളായി, വേദികളായി മാറുന്നു. ഇതാണ് പരിഭവം. സാറ്, ട്രംപിന് എപ്പോഴുള്ള പരാതി ഈ അമേരിക്കയുടെ പണം വാങ്ങിയിട്ട്, അത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും അമേരിക്കയുടെ പണം വാങ്ങി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഈ ആരോഗ്യ മേഖല, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള പണം നൽകുന്നുണ്ട് അമേരിക്ക. അത് USAID വഴി എല്ലാവർക്കും അറിയുന്നതാണ്. അത് വരുമ്പോൾ ആ പണം നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ NRHM പോലെയുള്ള സംവിധാനം അവിടെയൊക്കെ ഉണ്ടല്ലോ. അവിടെ പലർക്കും ശമ്പളം കൊടുക്കുന്നത്, ഡോക്ടേഴ്സിനും മറ്റുമൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഈ പണം കൊണ്ടാണ്. അപ്പോൾ ആ പണം വാങ്ങിയിട്ട് അവർ അമേരിക്കയ്ക്കെതിരെ, അതായത് അമേരിക്ക കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അമേരിക്കയുടെ പണം വാങ്ങി അമേരിക്കയ്ക്കെതിരെ വലിയ പ്രചാരണവും വലിയ വിദ്വേഷവും അഴിച്ചുവിടുകയാണ്. ഇതാണ് ട്രംപ് ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിലും ട്രംപ് ആദ്യമേ പറഞ്ഞു, അമേരിക്കയുടെ മണ്ണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് അവരുടെ പ്രൊപ്പഗാൻഡ നടപ്പാക്കാനുള്ള ഒരു അവസരം അമേരിക്കൻ മണ്ണിൽ ഇനിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് അങ്ങനെ ഒരു വശം ഇതിനുണ്ട്. ഇതിന് രണ്ട് വശമുള്ള ഈ ഒരു വിഷയത്തിന് ട്രംപ് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ലാർജർ ലെവൽ എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. കാരണം യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്ലോയിങ് തോട്ട്സ്. ഈ ഫ്രീ ഫ്ലോയിങ് തോട്ട്സ് പലപ്പോഴും സ്വന്തം ഭരണകൂടത്തെ തന്നെ തിരുത്തുന്ന തരത്തിലുള്ള ശക്തികളാണ്. വിയറ്റ്നാം യുദ്ധകാലത്ത് നമ്മൾ കണ്ടു, അമേരിക്കയുടെ സൈനിക നടപടിക്കെതിരെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾക്കുള്ളിൽ വലിയ പ്രക്ഷോഭങ്ങളാണ്. അപ്പോൾ അമേരിക്കയെ തിരുത്തുന്നത് അമേരിക്കയിലെ തന്നെ യുവജനങ്ങളാണ്, യൂണിവേഴ്സിറ്റികളാണ്, ദ ജനറേഷൻ നെക്സ്റ്റാണ്. അപ്പം അങ്ങനെ ആ പ്രൊഫസേഴ്സും വിദ്യാർത്ഥികളും എല്ലാം. അപ്പം അതുകൊണ്ട് ഏത് ഏകാധിപത്യത്തിൻ്റെയും ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് റെപ്യൂഡിയേഷൻ ഓഫ് റീസൺ, യുക്തിപരമായ ചിന്തകളെ നിരസിക്കുക. നാവടക്കൂ പണിയെടുക്കൂ, പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണം. ഇതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, വിദേശത്ത് നിന്നും പഠിക്കാൻ വന്നതിന് ശേഷം പഠിച്ചിട്ട് അതത് രാജ്യത്ത് പോകുക, അത് ന്യായം. തീർച്ചയായും അവർ പഠിക്കാനാണ് വരുന്നത്, സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ വരുന്നത്. പക്ഷേ അമേരിക്ക തന്നെ നൽകുന്ന, യൂണിവേഴ്സിറ്റിയിൽ നൽകുന്ന സ്കോളർഷിപ്പോട് കൂടി ജോർദാനിൽ നിന്നും, ഈജിപ്തിൽ നിന്നും, ലിബിയയിൽ നിന്നും, ടുണീഷ്യയിൽ നിന്നും, അറബി ലോകത്തു നിന്നൊക്കെ ആളുകൾ പഠിക്കാൻ വരുന്നുണ്ട്. അവിടെ വന്നതിന് ശേഷം ഹമാസ് അനുകൂല പ്രക്ഷോഭങ്ങൾ, ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലേക്ക് അവരുടെ എനർജി ചെലവാക്കിയാൽ സ്റ്റേറ്റ് ഫണ്ടിങ്ങിൽ അങ്ങനെ അവർ പഠിക്കേണ്ട, അവരുടെ വിസ ക്യാൻസൽ ചെയ്ത്, സ്റ്റുഡൻറ്റ് വിസ ക്യാൻസൽ ചെയ്ത് അവരെ തിരിച്ചു വിടുക, ഇത് ന്യായമായ കാര്യം. പക്ഷെ മറുവശത്തെ അമേരിക്കയ്ക്കുള്ളിൽ ചില അഭിപ്രായ രൂപീകരണങ്ങളുണ്ട്. അമേരിക്കൻ പൗരന്മാരായ വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ മുൻകാലങ്ങളിൽ ഒരു കൈകടത്തിലും ഉണ്ടായിട്ടില്ല. അവിടേക്കാണ് അപ്പം ഫണ്ടിങ് നിരസിക്കുമ്പോൾ അത് പലസ്തീൻ വിദ്യാർത്ഥികൾക്കല്ല ദോഷം വരുന്നത്, അമേരിക്കയിലെ തന്നെ വിദ്യാർത്ഥികൾക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കും എല്ലാം അത് ഒരുപോലെ ദോഷം സംഭവിക്കുകയാണ്. അവിടെയാണ് ആ വ്യത്യസ്തത. എന്തായാലും നമുക്ക് ട്രംപിൻ്റെ ഈ നടപടി എന്ത്
ഭാവിയിൽ എന്ത് റിയാക്ഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ട്രംപ് ഏതായാലും ഏതെങ്കിലും ഒരു മേഖലയിൽ കൈവച്ചിട്ടില്ല എങ്കിൽ അത് വിദ്യാഭ്യാസമായിരുന്നു. ഇപ്പോൾ അവിടെയും കൈവച്ചു. വ്യവസായ മേഖല, വാണിജ്യ മേഖല, സിലബസിൽ കൈവച്ചതാണ് ഒരു വലിയ സിലബസ് ഉൾപ്പെടെ കൈവച്ചത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരു ന്യായമുണ്ട് അതിനകത്തൊക്കെ പറയുന്നതിൽ, രാഷ്ട്ര സുരക്ഷയുമായിട്ട് എങ്കിലും ബന്ധമുണ്ട്. പക്ഷേ ഈ സിലബസിൽ കൈവച്ചത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ട്രംപിൻ്റെ നടപടി എന്താണ് അമേരിക്കയിൽ ഉണ്ടാക്കാൻ പോകുന്നത്, അമേരിക്കയിൽ എന്ത് ഒരു പ്രതിഷേധമാണ് അല്ലെങ്കിൽ അനുകൂലമായ ഒരു പിന്തുണയാണോ വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.